ഞാനിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന OnePlus Nordന്റെ യൂണിറ്റ് ബുക്ക് ചെയ്തതിന് ശേഷമാണ് OnePlus നോഡുകൾക്കുള്ള ഗ്രീൻ ടിൻറ്റ് ഇഷ്യൂവിനെക്കുറിച്ച് ആ ഡിസ്പ്ലേ കംപ്ലയിൻറ്റിനെ കുറിച്ചുള്ള വാർത്ത ഞാൻ വായിക്കുന്നത്. യൂണിറ്റ് വന്നതേ ഞാൻ ഫസ്റ്റ് ചെയ്ത ടെസ്റ്റുകളിലൊന്ന് ഇതിനൊരു ഗ്രീൻ ടിൻറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു ന്യൂസ് ബ്രേക്ക് ആവുന്നത്? ഉണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണ്? ഈ ചോദ്യങ്ങൾക്കൊക്കെ ഈ വീഡിയോയിൽ ഉത്തരം നൽകാം. ഇത് നിങ്ങളുടെ സ്വന്തം ചങ്ങായി ഹാരിസ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആർക്സ് ടെക് എറ്റി. ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാനായിട്ട് ഞങ്ങൾ ഒത്തിരി എഫോർട്ട് എടുക്കാറുണ്ട്. ആ എഫോർട്ടുകൾ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയും ജസ്റ്റ് ആ സബ്സ്ക്രൈബ് ബട്ടണും ലൈക്ക് ബട്ടണും അമർത്തിക്കൊണ്ട്. ഇതുവരെയും ഞാൻ പറഞ്ഞതിനെക്കുറിച്ച് ഒരു വ്യക്തമായ ധാരണ കിട്ടാത്തവർക്കായിട്ട് ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്താണ് ഈ ഗ്രീൻ ടിൻറ്റ് ഇഷ്യൂ? ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ഫോണിൻ്റെ ബ്രൈറ്റ്നസ് വല്ലാതെ കുറയുമ്പോൾ കറുപ്പ് നിറത്തിന് പകരം എന്തോ ഒരു ഗ്രീൻ കൈൻഡ് ഓഫ് കളർ വരുന്നതാണ് ഈ ഗ്രീൻ ടിൻറ്റ് ഇഷ്യൂ. ഇതെന്താ സംഭവം എന്ന് OnePlusനോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ലോകത്ത് എവിടെയും ഇല്ലാത്തൊരു ഉത്തരമായിട്ടാണ് OnePlus വന്നത്. ഇതൊരു കോമൺ ക്യാരക്ടറാണ്, എല്ലാ AMOLED ഡിവൈസുകൾക്കും ഉള്ളതാണ്, വലിയൊരു പ്രശ്നമല്ല, ഒരു കംപ്ലയിൻ്റ് അല്ലെന്നൊക്കെ അവർ പറഞ്ഞു. അതോടുകൂടി നാട്ടുകാർ ബേജാറായി. കാരണം അവരോർത്തു ഇതൊരു വലിയ പ്രശ്നമാണ്, OnePlus എന്തോ ഹൈഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ. അതുകൊണ്ട് ഒത്തിരി പേര് ഓർഡർ ക്യാൻസൽ ചെയ്യാൻ വരെ നിന്നു. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളായി. എന്നാൽ ഞങ്ങൾക്ക് വന്ന യൂണിറ്റ് ഞങ്ങൾ ശരിക്കും പരിശോധിച്ച് നോക്കി. എൻ്റെ ചേട്ടൻപുള്ളി ഇതൊരു 4 ദിവസമായിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. അദ്ദേഹം വേറെ പ്രശ്നങ്ങളൊന്നും നേരിട്ടില്ല. അതായത് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ പോലും ഒരു സാധാരണക്കാരനെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല റെഗുലർ യൂസേജിൽ. അദ്ദേഹം ഡാർക്ക് മോഡ് ഉപയോഗിക്കുന്ന ഒരാളല്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു നല്ല ഇരുട്ടുള്ള മുറിയിൽ പോയിട്ട് ഡാർക്ക് മോഡ് ഒന്ന് ഉപയോഗിച്ച് നോക്കി എന്തെങ്കിലും കളർ വേരിയേഷൻസ് ഉണ്ടാകുന്നോ അറിയാൻ വേണ്ടി. ഈ ഒരു സ്ക്രീൻ നമുക്കൊരു ഉദാഹരണമായിട്ട് എടുക്കാം. എന്തെങ്കിലും ഒരു ടിൻറ്റ് ഇഷ്യൂ ഉണ്ടായിരുന്നെങ്കിൽ അവിടെ വന്നിരിക്കുന്ന വെള്ള എഴുത്തുകളുടെ മേൽ മറ്റൊരു നിറം നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റിയതിന് ചെറിയൊരു അളവിലെങ്കിലും. ഇപ്പോൾ നമ്മളത് വളരെ അടുത്തൊക്കെ വെച്ച് നോക്കി എങ്കിലും ഒരു വ്യക്തമായിട്ടുള്ള രീതിയിൽ ടിൻറ്റ് ഇഷ്യൂ എന്ന് പറയാവുന്ന പോലെ ഒന്നും കണ്ടെത്തിയില്ല. കാരണം പിങ്ക് കളറോ ഗ്രീൻ കളറോ റെഡ് കളറോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കളറിൻ്റെ ഒരു എക്സാജറേഷൻ നമുക്കവിടെ കാണാൻ കഴിയില്ല. ഏത് കളറാണോ അവിടെ ഡിസ്പ്ലേയിൽ കാണുന്നത് അത് ഡിഫൈൻഡ് ആയിട്ടുണ്ട്. ഈ രണ്ടാമതൊരു ടെസ്റ്റും കൂടെ ഞങ്ങൾ ചെയ്ത് നോക്കി. ഒരേപോലുള്ള കളറുകൾ അടുത്തടുത്ത് വരുന്ന ഒരു സാഹചര്യം എടുത്തു. ഒരു ഉദാഹരണത്തിന് ഇവിടെ ആ ഫോൺ ആപ്പും മെസ്സേജ് ആപ്പും ഒരേ കളറാണ്, ബ്രൈറ്റ് ബ്ലൂ. എന്നാൽ അവിടെ ഒരു ചെറിയ ടിൻറ്റ് ഇഷ്യൂ ഉണ്ടായിരുന്നെങ്കിൽ രണ്ടും 2 കോൺഫിഗറേഷനിൽ 2 ടോണിലിരുന്നേനെ. പക്ഷേ ഇവിടെ രണ്ടും ഒരേ ടോണാണ്. അതുകൊണ്ട് നമുക്ക് ഒരു ടിൻറ്റ് ഇഷ്യൂ ഉണ്ടെന്ന് കൺഫേം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ഇനി ഒരു ടെസ്റ്റും കൂടെ ഞങ്ങൾ ചെയ്ത് നോക്കി. കോർണർ ടു കോർണർ ഓരോ കോർണറും നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി പരിശോധിച്ചു. പിക്സൽ ലെവലിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഒരു ഇഷ്യൂ ഞങ്ങൾ നേരിട്ടില്ല. ഇനി എല്ലാവരും ചെയ്യുന്നൊരു ടെസ്റ്റ്, അതായത് കംപ്ലീറ്റ് ഡാർക്ക് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ എടുക്കുന്നു. അതിനുശേഷം ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ് കൂട്ടിയും കുറച്ചും നോക്കുന്നു. ഇവിടെ ഞങ്ങൾ ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ് വല്ലാതെ കുറച്ചപ്പോഴും കൂട്ടിയപ്പോഴും യൂണിഫോം ആയിട്ടാണ് എല്ലായിടത്തും കളർ വന്നത്, ബ്രൈറ്റ്നസ് വന്നത്. അതായത് ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ് നമ്മൾ കൂട്ടുമ്പോഴും കുറയ്ക്കുമ്പോഴും എല്ലാ ഭാഗത്തു നിന്നും ഒരുപോലെ വെട്ടം കൂടുന്നും കുറയുന്നുമുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഒരു ഭാഗത്ത് എക്സ്ട്രാ എന്തെങ്കിലും ഒരു വെട്ടത്തിൻ്റെ ലെയർ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുകയായിരുന്നു ഞങ്ങൾ ചെയ്തത്. അങ്ങനെ ഞങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ ഒരിടത്തും അങ്ങനെ ഒരു പ്രശ്നം നേരിട്ടില്ല. പിന്നെ എല്ലാവരും പറഞ്ഞ് ബ്രൈറ്റ്നസ് കുറയുമ്പോഴാണ് പ്രശ്നം എന്നാണ്. വല്ലാതെ കുറച്ച് നോക്കി. നിങ്ങൾ ഇതിനു മുമ്പും കണ്ടതാണ്. ഏറ്റവും ലോവസ്റ്റ് ബ്രൈറ്റ്നസ്സിലും അങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഏറ്റവും ഹയസ്റ്റ് ബ്രൈറ്റ്നസ്സിലും ഞങ്ങൾ പ്രശ്നങ്ങളൊന്നും നേരിട്ടില്ല. അതായത് ടിൻറ്റ് ഇഷ്യൂ ഉണ്ട് എന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന യൂണിറ്റിൽ അങ്ങനെ ഒരു ടിൻറ്റ് ഇഷ്യൂ ഇല്ല. ഞങ്ങൾ മാത്രമല്ല ഇങ്ങനൊരു അഭിപ്രായം പറഞ്ഞത്, മറ്റു ചില റിവ്യൂവേഴ്സും ഇതിനോട് സമാനമായിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇനി ചില യൂസേഴ്സ്, അതായത് പ്രൊഡക്റ്റ് മേടിച്ച ആളുകൾ ഇതിനൊരു ടിൻറ്റ് ഇഷ്യൂ ഇല്ല എന്ന് പറഞ്ഞിട്ട് ആമസോണിൻ്റെ റിവ്യൂ സെക്ഷനിൽ വന്നിട്ടുണ്ട്. എന്നാൽ മറ്റ് ചില ആളുകൾക്ക് ഇങ്ങനെ ടിൻറ്റ് ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. അതിൻ്റെ കാരണം എന്തായിരിക്കും? ഞങ്ങളുടെ ഒരു അനുമാനം ഇതാണ്, മിക്കവാറും OnePlus നോഡിൻ്റെ ഫസ്റ്റ് ബാച്ച് പ്രൊഡക്റ്റുകളിൽ ചെറിയ ഇഷ്യൂസ് ഉണ്ടായിരുന്നിരിക്കാം. അതിപ്പോൾ അവർ ഫിക്സ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും. ഇനി നിങ്ങൾ മേടിച്ച പ്രൊഡക്റ്റിന് ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? പെട്ടെന്ന് തന്നെ റീപ്ലേസ്മെൻറ്റ് ഓപ്ഷൻ എടുക്കുക. ഇനിയുള്ള ഡിവൈസുകളിലും ഈ ഒരു പ്രശ്നം ഉണ്ടായിരിക്കുമോ? സാധ്യത വളരെ കുറവാണ്. 3 കാരണങ്ങളാൽ. ഒന്നാമത്തെ കാരണം OnePlusൻ്റെ ബ്രാൻഡ് നെയിം. OnePlus നോഡ് അവരുടെ ഏറ്റവും വില കുറഞ്ഞ ഓഫറിംഗ് ആണെങ്കിൽ പോലും OnePlusനൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡിൽ അവർ കോംപ്രമൈസ് നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് OnePlus നെയിമിന് വലിയ പ്രശ്നമാണ്. OnePlusൻ്റെ ഗുഡ് വില്ലും ആ ഗുഡ് നെയിമും ഡിമിനിഷ് ചെയ്യാതിരിക്കാൻ വേണ്ടി അവർ തീർച്ചയായിട്ടും ഇതിനൊരു പരിഹാരം കൊണ്ടുവരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. രണ്ടാമത്തെ കാരണം ഇതിനു മുമ്പ് ഒരു ബ്രാൻഡ് ഇതുപോലൊരു സാഹചര്യത്തിൽ പെട്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ്. ബ്രാൻഡ് മറ്റൊന്നുമല്ല, പോക്കോയാണ്. ഷവോമി പോക്കോ കൊണ്ടുവന്നപ്പോൾ വളരെ ഹൈപ്പായിരുന്നു. ഈ നോഡ് വരുന്നതിനേക്കാളും വലിയ ഹൈപ്പായിരുന്നു. കാരണം സ്നാപ്ഡ്രാഗൺ 845 20,000 താഴെ വരുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ പോക്കോ F1ന് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. വളരെ ചെറിയ നമ്പർ ഓഫ് ഡിവൈസസിൽ ഒരു ചെറിയ സ്ക്രീൻ ബ്ലീഡിങ് ഇഷ്യൂ ഉണ്ടായിരുന്നു. ചിലതിന് അങ്ങനെ ഒരു ബ്ലീഡിങ് ഇഷ്യൂ പോലും ഇല്ലായിരുന്നു. ഒരു സോഫ്റ്റ്വെയർ ഫീച്ചർ കാരണം പലരും തെറ്റിദ്ധരിച്ചതാണ്. എങ്കിലും അവർ കൊണ്ടുവന്ന ഹൈപ്പ് മൊത്തം തവിട് പൊടിയാവാനായിട്ട് ആ ചെറിയൊരു പ്രശ്നം മതിയായിരുന്നു. അത് നോഡിനുണ്ടാവാതിരിക്കാൻ വേണ്ടി OnePlus അതിൻ്റെ ഏത് അറ്റം വരെ വേണമെങ്കിലും പോകുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്.
മൂന്നാമത്തെ കാരണം വൺ പ്ലസിൻ്റെ കുറഞ്ഞ റിട്ടേൺ റേറ്റ് ആണ്. എന്താണ് ഈ റിട്ടേൺ റേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു 100 ഫോൺ വൺ പ്ലസ് വിൽക്കുമ്പോൾ അതിൽ എത്ര എണ്ണം ഒരു കംപ്ലൈൻ്റ് ആയിട്ട് റിട്ടേൺ വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇതുവരെ വൺ പ്ലസിന് ഈ റിട്ടേൺ റേറ്റ് എന്ന് പറയുന്നത് കുറവാണ്. വൺ പ്ലസിന് മാത്രമല്ല, ഒട്ടുമിക്ക നല്ല ബ്രാൻഡുകൾക്കെല്ലാം റിട്ടേൺ റേറ്റുകൾ കുറവാണ്. പക്ഷേ വൺ പ്ലസ് നോഡിന് ഇങ്ങനൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആളുകൾ ഒത്തിരി ഫോണുകൾ റിട്ടേൺ ചെയ്യും, റീപ്ലേസ് ചെയ്യും. അത് ഓവറോൾ വൺ പ്ലസ് ബ്രാൻഡിൻ്റെ റിട്ടേൺ റേറ്റിനെ ബാധിക്കും. അത് വൺ പ്ലസിന് ഗുണം ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഒരു ഫിക്സ് തീർച്ചയായിട്ടും വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരങ്ങൾ പറയാം. 1. എനിക്കൊരു ഗ്രീൻ ടിൻ്റ് ഇഷ്യൂ എൻ്റെ ഡിവൈസിൽ കാണാൻ പറ്റിയില്ല. രണ്ടാമത്തെ സംഗതി, നിങ്ങളുടെ ഫോണിൽ ഇങ്ങനൊരു പ്രശ്നമുണ്ടെങ്കിൽ ഒട്ടും മടിക്കേണ്ട, ഇപ്പോൾ തന്നെ അത് റീപ്ലേസ് ചെയ്തെടുക്കുക. മൂന്നാമത്തെ കാര്യം, ഇത് എന്നും ഇങ്ങനെ തുടരാൻ സാധ്യതയില്ല. അതിൻ്റെ 3 കാരണങ്ങൾ ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉത്തരങ്ങളൊക്കെ വ്യക്തമാണ് എന്ന് വിശ്വസിക്കുന്നു. ഇത് നിങ്ങളുടെ